പ്രധാനിയാണ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. തുള്ളൽ എന്ന ജനകീയ കലാരൂപം, ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കലാരൂപമാണ് തുള്ളൽ. തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. 1705 പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുരിശിമംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയായ കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിലെ ഹാസ്യകവികളിൽ പ്രമുഖനാണ്. പ്രതിഭാസമ്പന്നനായ കവി, ജനകീയ കവി എന്നീ നിലകളിൽ പ്രശസ്തനായ കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്. പാലക്കാട് ജില്ലയിലെ ലക്കിടിക്കടുത്ത് കിള്ളിക്കുരിശിമംഗലം എന്ന ഗ്രാമത്തിൽ കലക്കത്ത് ഭവനത്തിൽ 1705 മെയ് 5-നാണ് നമ്പ്യാരുടെ ജനനം എന്ന് കരുതപ്പെടുന്നു. ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി നമ്പ്യാർ ഏറെക്കാലം അമ്പലപ്പുഴയിൽ ജീവിച്ചു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് എന്ന ക്ഷേത്രകലയിൽ മിഴാവ് കൊട്ടുകയായിരുന്ന നമ്പ്യാർ ഒരിക്കൽ ഉറങ്ങിയപ്പോൾ ചാക്യാർ അരങ്ങത്തു വെച്ച് തന്നെ നമ്പ്യാരെ പരിഹസിച്ചു. ഇതിന് പകരം വീട്ടാൻ അടുത്ത ദിവസം തന്നെ നമ്പ്യാർ ആവിഷ്കരിച്ച് അവതരിപ്പിച്ച പുതിയ കലാരൂപമായിരുന്നത്രേ തുള്ളൽ. ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി 64 തുള്ളലുകൾ നമ്പ്യാർ എഴുതിയതായി പറയപ്പെടുന്നു. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര. ലളിതമായ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. നമ്പ്യാരുടെ കൃതികളുടെ സ്ഥായിയായ രസം ഹാസ്യമാണ്. 18-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന സാമൂഹിക സ്ഥിതിയിലേക്ക് നമ്പ്യാരുടെ കൃതികൾ വെളിച്ചം വീശുന്നു. കല്യാണ സൗഗന്ധികം, കിരാതം, സ്യമന്തകം, ഘോഷയാത്ര, ത്രിപുരദഹനം, ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. എഴുത്തച്ഛനു ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ കവിയായ കുഞ്ചൻ നമ്പ്യാരുടെ മരണം 1770-ലാണ് എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കിള്ളിക്കുരിശിമംഗലത്തും അമ്പലപ്പുഴയിലും അദ്ദേഹത്തിന് സ്മാരകങ്ങൾ ഉണ്ട്. എല്ലാ വർഷവും മെയ് 5 കുഞ്ചൻ ദിനമായി ആഘോഷിക്കുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ രുക്മിണി സ്വയംവരം എന്ന തുള്ളൽ കൃതിയിലെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഊണിന്റെ മേളം എന്ന കവിത. കവിതയുടെ ഒരു വീഡിയോ, അതായത് കവിത നല്ല താളത്തിൽ പാടിയ ഒരു വീഡിയോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നമുക്കൊരു തവണ കവിത വായിക്കാം, അതിനുശേഷം കവിതയുടെ ആശയം പരിശോധിക്കാം. ഊണിന്റെ മേളം. കുറിയരി വെച്ചു വെളുത്തൊരു ചോറും കറികളുമാശു വിളമ്പി നിരന്നു. കുറിയരി വെച്ചു വെളുത്തൊരു ചോറും കറികളുമാശു വിളമ്പി നിരന്നു. നറുനെയ് ശർക്കര നേന്ത്രപ്പഴവും ചെറുപപ്പടം ഒരു 10-200. ആനച്ചുവടൻ പപ്പടം ഒരു വക, തേനും നല്ലൊരു പഞ്ചാരപ്പൊടി. ചേനക്കറി ചില പച്ചടി കിച്ചടി, പാനകം ഒരു വക നാരങ്ങക്കറി. മാങ്ങാപ്പച്ചടി, ഇഞ്ചിപ്പച്ചടി, ചേന വറുത്തും പയറു വറുത്തും. ചക്കപ്രഥമനടപ്രഥമൻ വിധ, ഒക്കെ പറവാൻ നേരം പോരാ. പാലും തൈരും മോരും പലവക, കോലാഹലതരമെന്തുര ചെയ്യാം. കൊണ്ടാ പപ്പടമെന്നൊരു ദിക്കിൽ, കൊണ്ടാ പഴമെന്നൊരു ദിക്കിൽ. ചക്കപ്രഥമൻ കൊണ്ടാ വളരെ, ശർക്കരയുണ്ടകൾ 50 കൊണ്ടാ. പച്ചടി കൊണ്ടാ കിച്ചടി കൊണ്ടാ, പഞ്ചാരപ്പൊടി ഒരു പറ കൊണ്ടാ. മധുരക്കറിയോ മതിതക്കറിയോ, മതി പോരാ കോരിക്കൊണ്ടാ. നമ്മളെല്ലാവരും സദ്യ കഴിക്കുന്നത് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണല്ലേ. ഓണസദ്യ, കല്യാണ സദ്യ, മറ്റെന്തെങ്കിലും ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന സദ്യകൾ, ഇതൊക്കെ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. സദ്യയിലെ വിഭവങ്ങൾ, വിഭവസമൃദ്ധമായ
സദ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ നാവിൽ കൊതിയുടെ പെരുവെള്ളം ഉണ്ടാകും. നമ്മൾ ഓമനയുടെ ഓണം എന്ന കവിതയിൽ പറഞ്ഞതുപോലെ നാവിൽ കൊതിയുടെ പെരുവെള്ളം ഉണ്ടാക്കുന്നതാണ് ഓരോ സദ്യയും. സദ്യയുടെ മേളം നമ്മൾ നേരിൽ കാണുന്ന രീതിയിലാണ് കുഞ്ചൻ നമ്പ്യാർ ഈ കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സദ്യയുടെ മേളം, തിരക്ക് പിടിച്ച ഒരിടത്ത് ഒരു സദ്യ നടക്കുകയാണ്. ആ സദ്യയുടെ മേളം നേരിൽ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിലാണ് കുഞ്ചൻ നമ്പ്യാർ ഈ കവിത അവതരിപ്പിച്ചിരുന്നത്. ഊണിന്റെ മേളം എന്ന കവിതയുടെ ആശയം നമുക്ക് നോക്കാം. കുറിയരി വെച്ചു വെളുത്തൊരു ചോറും കറികളും ആശു വിളമ്പി നിരന്നു. നമ്മൾ പറഞ്ഞു, ഒരു സദ്യയുടെ തിരക്ക് പിടിച്ച കാഴ്ചകളാണ് നമ്പ്യാർ ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സദ്യയിൽ കാണാറുള്ള, നമ്മൾ സദ്യയിൽ കഴിക്കാറുള്ള എല്ലാ വിഭവങ്ങളുമാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ആ തിരക്ക്, ആ സദ്യയുടെ തിരക്കിനെ കുറിച്ച്. കുറിയരി വെച്ചു വെളുത്തൊരു ചോറും കറികളും ആശു വിളമ്പി നിരന്നു. കുറിയരി, ചെറിയ അരി, ചെറിയ അരി കൊണ്ട് വെച്ച ചോറും കറികളുമൊക്കെ വേഗത്തിൽ, ആശു എന്ന് വെച്ചാൽ വേഗത്തിൽ വിളമ്പുകയാണ്. ചെറിയ വെളുത്ത അരി കൊണ്ട് വെച്ച ചോറും അതിന്റെ മറ്റു കറികളുമൊക്കെ വേഗത്തിൽ വിളമ്പുകയാണ്. അപ്പൊ ഇവിടെ ആശു എന്ന ഒരു പദം നമ്മൾ പഠിച്ചു. ആശു എന്ന പദത്തിന്റെ അർത്ഥം വേഗത്തിൽ എന്നാണ്. വേഗത്തിൽ ചോറും കറികളുമൊക്കെ വിളമ്പുകയാണ്. നറുനെയ് ശർക്കര നേന്ത്രപ്പഴവും ചെറു പപ്പടം ഒരു 10-100. സദ്യയിലെ കാഴ്ചകളാണെന്ന് പറഞ്ഞു. സദ്യയിൽ വിളമ്പേണ്ട ഭക്ഷണ സാധനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നറുനെയ് ശർക്കര നേന്ത്രപ്പഴവും ചെറു പപ്പടം ഒരു 10-100. നെയ്യും ശർക്കരയും നേന്ത്രപ്പഴവും ചെറിയ 10-100 പപ്പടവും ഒക്കെ സദ്യയിൽ വിളമ്പാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ വരികൾ വായിക്കുമ്പോൾ തന്നെ ആ തിരക്ക് പിടിച്ച സദ്യയിലേക്ക് ചെന്ന ഒരു പ്രതീതി ഉണ്ടാകും. അത് തന്നെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ കവിതയുടെ ഏറ്റവും വലിയ മനോഹാരിത, ഏറ്റവും വലിയ വിജയം. കവിത വായിക്കുമ്പോൾ സദ്യയിലിരുന്ന് മനോഹരമായ വിഭവസമൃദ്ധമായ ആ സദ്യ കഴിക്കുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാകും. ചോറും കറിയും ഒക്കെ വിളമ്പിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നെയ്യും നേന്ത്രപ്പഴവും ശർക്കരയും പപ്പടവും ഒക്കെ വിളമ്പാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആനച്ചുവടൻ പപ്പടം ഒരു വക, തേനും നല്ലൊരു പഞ്ചാരപ്പൊടി. ആനച്ചുവടൻ, ആനയുടെ കാലിന്റെ അത്ര വലിപ്പമുള്ള പപ്പടവും തയ്യാറാണ്. തേനും നല്ലൊരു പഞ്ചാരപ്പൊടി, തേനും പഞ്ചസാര പൊടിയും ഒക്കെ സദ്യയിൽ വിളമ്പാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ചേനക്കറി ചില പച്ചടി കിച്ചടി, പാനകം ഒരു വക, നാരങ്ങാക്കറി. ചേനക്കറി ഒരുക്കി വെച്ചിട്ടുണ്ട്, പച്ചടിയുണ്ട്, കിച്ചടിയുണ്ട്, പാനകം ഒരു വക, നാരങ്ങാക്കറി. പാനകം എന്ന് വെച്ചാൽ എന്താണ്? പാനകം നിങ്ങൾ ആദ്യമായിട്ട്, ചിലപ്പോ ചിലരൊക്കെ പാനകം എന്നത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. പാനകം എന്താണ്? പാനകം എന്നാൽ ഒരു മധുര പാനീയമാണ്. നമ്മൾ കുടിക്കുന്ന ഒരു മധുര പാനീയമാണ് പാനകം. ഇത് സാധാരണ രീതിയിൽ എല്ലാ വീടുകളിൽ നിന്നും പാനകം ഉണ്ടാക്കാറില്ല. സാധാരണ രീതിയിൽ ഹിന്ദുക്കളുടെ, ഹിന്ദുമത വിശ്വാസികളുടെ വീടുകളിലും അതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങളിലുമാണ് പാനകം തയ്യാറാക്കുന്നത്. ശർക്കര, അതുപോലെ കുരുമുളക്, ചുക്ക്, ചെറുനാരങ്ങ ഇവയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു മധുര പാനീയമാണ് പാനകം. അപ്പൊ ഇവിടെ സദ്യയിൽ പാനകം വിളമ്പുന്നുണ്ട്. പാനകവും നാരങ്ങാക്കറി, പാനകവും നാരങ്ങാക്കറിയും ഒക്കെ വിളമ്പാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. മാങ്ങാ പച്ചടി, ഇഞ്ചി പച്ചടി, ചേന വറുത്തും പയറു വറുത്തും. അടുത്ത ചില വിഭവങ്ങളാണ്. മാങ്ങാ പച്ചടിയുണ്ട്, ഇഞ്ചി പച്ചടിയുണ്ട്, ചേനയും പയറും ഒക്കെ വറുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ കൊതിയുടെ പെരുവെള്ളം ഉണ്ടാവുകയാണ്, അല്ലെ? ഓരോരുത്തരും സദ്യയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ചക്കപ്രഥമൻ അടപ്രഥമൻ വിധം ഒക്കെ പറവാൻ നേരം പോരാ. പായസത്തിലേക്കാണ് പിന്നെ വരുന്നത്. സദ്യയിൽ വിളമ്പിയ കറികളെ കുറിച്ച് പറഞ്ഞു. പായസത്തിന്റെ കാര്യമെടുത്താൽ ചക്കപ്രഥമനും അടപ്രഥമനും ഒക്കെ തയ്യാറാണ്. ഒക്കെ പറയാൻ നേരം പോരാ. എല്ലാത്തിനെ കുറിച്ച് പറയാനും നേരം പോരാ. കാരണം ഒത്തിരി തിരക്കുള്ള ഒരിടമാണ്. അവിടെയുള്ള വിഭവങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അത്രയും അധികം വിഭവങ്ങൾ, അത്രയും അധികം കറികൾ സദ്യയിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പാലും തൈരും മോരും പലവക, കോലാഹലതരം
എന്തുര ചെയ്യാം. പാലും തൈരും മോരുമൊക്കെ അവിടെ തയ്യാറാണ്. കോലാഹലതരം എന്തുര ചെയ്യാം. സദ്യയുടെ തിരക്കിന്റെ കോലാഹലങ്ങളെ കുറിച്ച് പറയാൻ തന്നെ പറ്റുന്നില്ല. അത്രയും വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. കൊണ്ട പപ്പടം എന്നൊരു ദിക്കിൽ, കൊണ്ട പഴമെന്ന് അങ്ങൊരു ദിക്കിൽ. സദ്യയിൽ നിന്നും ചിലർ വിളിച്ചു പറയുകയാണ്, എനിക്ക് പപ്പടം വേണം, എനിക്ക് പഴം വേണം, എനിക്ക് കറി വേണം, എനിക്ക് പായസം വേണം, എനിക്ക് അച്ചാർ വേണം. ഇങ്ങനെ പല പല ആൾക്കാരും അവർക്ക് വേണ്ട സാധനങ്ങൾ വിളിച്ചു പറയുകയാണ്. കൊണ്ട പഴമെന്ന് അങ്ങൊരു ദിക്കിൽ. ഒരാൾ പഴത്തിന് വേണ്ടി വിളിച്ചു പറയുന്നു, മറ്റൊരാൾ കൊണ്ട പപ്പടം അങ്ങൊരു ദിക്കിൽ. ഒരാൾ പപ്പടത്തിന് വേണ്ടി വിളിച്ചു പറയുന്നു. ചക്കപ്രഥമൻ കൊണ്ട വളരെ, ശർക്കരയുണ്ടകൾ 50 കൊണ്ട. പായസത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, ചക്കപ്രഥമൻ കൊണ്ട എന്ന് പറയുന്നുണ്ട്. ശർക്കരയുണ്ടകൾ 50 കൊണ്ട. ശർക്കരയുണ്ടകൾ സദ്യയിൽ വിളമ്പാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശർക്കരയുണ്ടകൾ 50 കൊണ്ട എന്നും വിളിച്ചു പറയുകയാണ്. പച്ചടി കൊണ്ട, കിച്ചടി കൊണ്ട, പഞ്ചാരപ്പൊടി ഒരു പറ കൊണ്ട. പച്ചടി വേണം, കിച്ചടി വേണം, പഞ്ചാരപ്പൊടി. സദ്യയിൽ വിളമ്പാൻ പഞ്ചാരപ്പൊടിയും തയ്യാറാണ്, അതും വേണമെന്ന് ആളുകൾ വിളിച്ചു പറയുകയാണ്. എല്ലാ സാധനവും സദ്യയിൽ വിളമ്പിയിരിക്കുന്ന അല്ലെങ്കിൽ സദ്യയിൽ വിളമ്പേണ്ട എല്ലാത്തിനും വേണ്ടി ആളുകൾ ആവശ്യപ്പെടുകയാണ്. പച്ചടി, കിച്ചടി, ചേന വറുത്തത്, പയറ് വറുത്തത്, പായസം, പഞ്ചാരപ്പൊടി, ശർക്കരയുണ്ട, ഇങ്ങനെ എന്തൊക്കെയാണോ സദ്യയിൽ വിളമ്പാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അതിനൊക്കെ വേണ്ടി ആളുകൾ ആവശ്യപ്പെടുകയാണ്. മധുരക്കറിയോ മദിതക്കറിയോ, മതിമതി പോരാ കോരിക്കൊണ്ട. മധുരക്കറിയോ, മധുരമുള്ള കറികളോ, അതുപോലെ മദിതക്കറിയോ. മദിതക്കറി എന്ന് വെച്ചാൽ പുളിയുള്ള മോരുകറി, വെള്ളം ചേർക്കാത്ത മോരുകറി. ഇങ്ങനെ മധുരക്കറിയും അതുപോലെ പുളി നിറഞ്ഞ വെള്ളം ചേർക്കാത്ത മോരുകറിയും ഒക്കെ വേണമെന്ന് ആളുകൾ വിളിച്ചു പറയുന്നു. മതി പോരാ കോരിക്കൊണ്ട. ഒന്നും പോരാ, ഇനിയും വേണം വേണം എന്ന് പറഞ്ഞ് ആളുകൾ അവിടെ തിരക്ക് കൂട്ടുകയാണ്. ആളുകൾ വീണ്ടും ആ സ്വാദ് നിറഞ്ഞ വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചു രസിക്കുകയാണ്. അപ്പോ ഊണിന്റെ മേളം എന്ന കവിത ഇത്രയുമാണ്. കവിതയുടെ ആശയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ കവിതയിലെ ഓരോ വരി നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് തോന്നുന്നത് ആ സദ്യയിലും എനിക്കും പങ്കെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു ചിന്ത നമ്മൾക്കുണ്ടാകാം. ഒരുപാട് വിഭവങ്ങൾ, പപ്പടം, പായസം, ചോറ്, പലതരത്തിലുള്ള കറികൾ, അതുപോലെ ശർക്കരയുണ്ട, ഇങ്ങനെ എല്ലാ കാര്യം സദ്യകൾ വിളമ്പിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആ വിഭവ സമൃദ്ധമായ സദ്യയിൽ നമുക്കും പങ്കെടുക്കണമെന്ന് തോന്നിപ്പോകുന്നു. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഊണിന്റെ മേളം എന്ന കവിതയുടെ മനോഹാരിത. അപ്പൊ ഇത്രയുമാണ് ഊണിന്റെ മേളം എന്ന കവിതയുടെ ആശയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കവിത ഒന്നുകൂടി നന്നായിട്ട് വായിക്കുക. നന്ദി.